നിരവധി മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാർ, അതുപോലെ ബൈസ്റ്റാൻഡേഴ്സും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ കഴിഞ്ഞ് പിന്നെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 4-5 വർഷമായിട്ട് അതിൻ്റെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും കാലത്ത് ഒരു 6 മണി മുതൽ 12 മണി വരെ അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നൊരു സംവിധാനമാണ്. അതുപോലെ അവർക്ക് ആവശ്യമായ ചൂടുവെള്ളം ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കാരണം അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. വാണിജ്യ LPG സിലിണ്ടറുകൾ ലഭിക്കാനില്ല. തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തെ സൗജന്യ കഞ്ഞി വിതരണവും മുടങ്ങി. ഹോട്ടലുകളിലേക്ക് ആവശ്യമായ സിലിണ്ടറുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രദേശത്തെ ഹോട്ടലിൽ ഉടമയുടെ 5 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനവും സ്തംഭിച്ചത്. പ്രദേശത്തെ ഷാജിമ ഹോട്ടൽ എന്ന ഭക്ഷണശാല നടത്തിവരുന്ന സുരേഷ് കഴിഞ്ഞ 5 വർഷത്തോളമായി ദിവസവും രാവിലെ നിശ്ചിത മണിക്കൂറുകളോളം മെഡിക്കൽ കോളേജിൽ എത്തുന്ന 100-ൽ പരം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സൗജന്യമായി കഞ്ഞിയും കുടിക്കാൻ ചൂടുവെള്ളവും ഉൾപ്പെടെ നൽകി വരുന്നുണ്ട്. എന്നാൽ വാണിജ്യ സിലിണ്ടർ ലഭിക്കാതെ വന്നതോടെ 2 ദിവസമായി സൗജന്യ ഭക്ഷണവും ചൂടുവെള്ളവും തയ്യാറാക്കി നൽകാനാവുന്നില്ല. ചോറ്, പൊറോട്ട തുടങ്ങി അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ എല്ലാം ലഭിച്ചിരുന്ന ഹോട്ടലിൽ ഇപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒന്നും തയ്യാറാക്കുന്നില്ല. വാണിജ്യ സിലിണ്ടർ ലഭിക്കാത്തത് തന്നെയാണ് പ്രതിസന്ധിയാവുന്നത്. ചികിത്സയ്ക്ക് എത്തുന്നവരിൽ വലിയൊരു വിഭാഗത്തിന്റെ ആശ്രയകേന്ദ്രം കൂടിയായിരുന്നു ഈ ഭക്ഷണശാല. പ്രശ്നപരിഹാരത്തിനായി അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഹോട്ടൽ വ്യാപാരത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നതിലുപരി നിർധന വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുന്ന ഹോട്ടലുടമ കൂടിയായ സുരേഷിന്റെ ഭാഷ്യം. ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റി തുടങ്ങി. 2 ദിവസമായിട്ട് ഗ്യാസ് ഇല്ല. അപ്പോൾ നിരവധി ആൾക്കാർ നമ്മുടെ ഈ ഹോസ്പിറ്റൽ, ഞാൻ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥാപനമായ കാരണം നിരവധി മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാർ, അതുപോലെ ബൈസ്റ്റാൻഡേഴ്സും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ കഴിഞ്ഞ് പിന്നെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 4-5 വർഷമായിട്ട് അതിൻ്റെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും കാലത്ത് ഒരു 6 മണി മുതൽ 12 മണി വരെ അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നൊരു സംവിധാനമാണ്. അതുപോലെ അവർക്ക് ആവശ്യമായ ചൂടുവെള്ളം ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കാരണം അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് തൊഴിലാളികൾ അവരുടെ കുടുംബ ബഡ്ജറ്റ് തന്നെ താളം തെറ്റി കിടക്കും. അപ്പോൾ അതുപോലെ ഇന്ന് 5 വർഷമായിട്ട് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം കുറച്ച് അടുപ്പത്ത് വെച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അത് സ്ഥിരം അങ്ങനെ കൊടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അടുത്ത് ആശ്രയിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും.